ഇതാ നോക്കൂ, നല്ല സുന്ദരക്കുട്ടപ്പന്മാരായ 35 കുട്ടികൾ. കണ്ണൂരിൽ പെരുമ്പാമ്പ് വസന്തമാണ്. പാനൂർ മനേക്കരയിൽ 35 പെരുമ്പാമ്പിൻ മുട്ടകളും വിരിഞ്ഞു. ഏപ്രിൽ മാസം 16-ാം തീയതിയാണ് ഈ മുട്ടകൾ കണ്ടെത്തിയത്. അമ്മയും അച്ഛനും ഇല്ലാത്ത 35 അനാഥ കുട്ടികൾക്ക് ശരണമായി മാറിയത് കണ്ണവം വനം ഓഫീസ്. ആ മുട്ടകൾ കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ ബിജിലേഷ് കോടിയേരി സുരക്ഷിതമായി സംരക്ഷിച്ചു പോന്നു. 2 മാസത്തിനടുത്ത് സംരക്ഷിച്ച മുട്ടകൾ കഴിഞ്ഞ ശനിയാഴ്ച തൊട്ട് വിരിയാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ മുട്ടകളും വിരിഞ്ഞിരിക്കുകയാണ്. മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന ഇൻഫാന്റ് പാമ്പിൻ കുട്ടികൾക്ക് കുസൃതി. അവർ ഞങ്ങളുടെ ക്യാമറ കണ്ടപ്പോൾ ചാടിക്കടിക്കാൻ വരുന്നു. തല ഉയർത്തി നോക്കുന്നു. ആരും അടങ്ങിക്കിടക്കുന്നില്ല. ചാടിത്തുള്ളി നല്ല എനർജറ്റിക്. കുസൃതിക്ക് ഒട്ടും കുറവില്ല. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ബേബി ഫുഡും പാലും എല്ലാം നൽകി നന്നായി പരിപാലിക്കുന്നു. അമ്മയില്ലാത്ത ഒരു വിഷമവും ഈ 35 കുട്ടികൾക്കുമില്ല. ഇവരെയെല്ലാം ഇനി വനത്തിലേക്ക് തുറന്നുവിടും. കണ്ണവം സെക്ഷൻ ഫോറസ്റ്റർ സുനിൽകുമാറിന്റെ നിർദ്ദേശത്തോടെ അതിന്റെ ആവാസ സ്ഥലത്തേക്ക് റിലീസ് ചെയ്തു. സഹായിയായി മറ്റൊരു റെസ്ക്യൂവറായ യാഗേഷ് കൃഷ്ണനും ഉണ്ടായിരുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1 ഉൾപ്പെടുന്നതാണ് ഇവ. നിങ്ങൾക്കറിയാമോ, ഇതിലൊരു പാമ്പിൻ കുഞ്ഞ് അശ്രദ്ധമായി ചാവുകയോ കൊല്ലുകയോ ചെയ്താൽ 7 കൊല്ലമാണ് കഠിന തടവ്. ഇതിനെ മുറിവേൽപ്പിച്ചാൽ 5 കൊല്ലം തടവ്. മനുഷ്യരുടെ സുരക്ഷ കണക്കിലെടുത്ത് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഉള്ള റെസ്ക്യൂവർക്ക് ലൈസൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്തവർ പാമ്പിന്റെ ഇനം മനസ്സിലാവാതെ പിടിക്കുമ്പോൾ അപകട സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇതിനെ പരിപാലിക്കുന്ന വനംവകുപ്പ് അധികാരികൾ നമ്മളോടൊപ്പം ചേരുന്നു. കിട്ടിയിരുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം 16-ാം തീയതിയായിരുന്നു. ഒരു വീട്ടുപറമ്പിൽ പെരുമ്പാമ്പും മുട്ടകളും കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കോൾ വന്ന അടിസ്ഥാനത്തിലാണ് മനേക്കര എന്ന സ്ഥലത്ത് ഞാൻ അവിടെ എത്തുന്നത്. അവിടെ എത്തിയതിനു ശേഷം പെരുമ്പാമ്പിനെയും ഒരു 35ഓളം മുട്ടകളും കിട്ടുകയുണ്ടായി. പെരുമ്പാമ്പിനെ അന്നേരം തന്നെ എടുത്ത് റിലീസ് ചെയ്തിട്ടുള്ളത്. മുട്ടകൾ നമ്മുടെ കണ്ണവ റേഞ്ച് ഓഫീസറിൻ്റെയും പിന്നെ ഫോറസ്റ്റ് നിർദ്ദേശപ്രകാരം നല്ല രീതിയിൽ സുരക്ഷിതമായി സംരക്ഷിച്ചു വരികയാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് സുരക്ഷിതമായ സ്ഥാനത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുട്ടകൾ ഏകദേശം വിരിഞ്ഞ് ഇന്നുകൊണ്ട് മുട്ടകളെല്ലാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് വിരിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഇതിനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണവ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ സാറിൻ്റെയും ഫോറസ്റ്റർ സുനിൽ സാറിൻ്റെയും നിർദ്ദേശത്തോട് കൂടിയിട്ട് അവരുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. പെരുമ്പാമ്പ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 1-ൽപ്പെട്ട സാധനമാണ് പെരുമ്പാമ്പ്. പക്ഷെ ഇതിൻ്റെ ആരോഗ്യവും വലിപ്പവും കാണുമ്പോൾ ജനങ്ങൾക്കെല്ലാം ഭയമുള്ള ഒരു സാധനമാണ്. അപ്പം ജനങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെടുന്ന പാമ്പാണ് പെരുമ്പാമ്പ്. അപ്പോൾ കഴിഞ്ഞ 2023 വരെ ഷെഡ്യൂൾ 1-ൽ എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷമുള്ള പട്ടികയിൽ ഇപ്പോൾ വീണ്ടും മറ്റു പാമ്പുകൾ കൂടി ഷെഡ്യൂൾ 1-ലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതുവരെ ഷെഡ്യൂൾ 1-ൽ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാമ്പ് പെരുമ്പാമ്പാണ്. ഈ പെരുമ്പാമ്പിനെ ആരെങ്കിലും ആക്രമിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ 7 വർഷം വരെ ശിക്ഷ കിട്ടുന്നൊരു പാമ്പാണ് പെരുമ്പാമ്പ്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആരോഗ്യവും വലിപ്പവും കാണുമ്പോൾ ജനങ്ങൾക്ക് ഭയമാണ്. പക്ഷേ സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരു പാമ്പാണ്. നമുക്ക് ഭൂമിയിലുള്ള പെരിച്ചാഴി പോലത്തെ വലിയ എലികളെയും മറ്റ് വന്നുകൂടി ചേർന്ന് ചെറിയ നായി അങ്ങനെയുള്ള ജീവികളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഹാരമാക്കിയിട്ട് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്ന ഒരു പാമ്പാണ് പെരുമ്പാമ്പ്. അപ്പോൾ ഇതിൻ്റെ എടുക്കുന്നത് പിന്നെ മനുഷ്യർക്ക് അപകടം ഉണ്ടാകുന്ന സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉപദ്രവിക്കുകയോ അതിനെ തലപിടിച്ച് നമ്മൾ അതിനെ ഷോ വർക്ക് നടത്തുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് പെരുമ്പാമ്പിൻ്റെ അടുക്കുന്ന മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാകുന്നത്. ഇന്ത്യൻ റോക്ക് പൈത്തണ് ഇതുവരെ ആരെയും വിഴുങ്ങിയതായിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ വനം വകുപ്പ് എല്ലാ റെസ്ക്യൂർമാർക്കും ലൈസൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലൈസൻസ് ഏർപ്പെടുത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ സുരക്ഷ മാനിച്ചുകൊണ്ടാണ് വനം വകുപ്പ് ലൈസൻസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മറ്റ് ജനങ്ങൾ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ പാമ്പുകളെ പിടിക്കുമ്പോൾ അത് അപകടത്തിലേക്ക് നീങ്ങുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാമ്പുകളെ തിരിച്ചറിയാൻ കഴിവില്ലാത്തവർ പാമ്പുകളെ പിടിക്കുമ്പോൾ അണലിയെ പെരുമ്പാമ്പാണെന്ന് ധരിച്ച് പിടിച്ചിട്ടുള്ള അപകടങ്ങൾ പല സ്ഥലത്തും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളുടെ മനുഷ്യരെ സുരക്ഷ നിലനിർത്തിക്കൊണ്ടാണ് വനം വകുപ്പ് ഈ ലൈസൻസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് സർപ്പ എന്ന് പറഞ്ഞ ഒരു ആപ്പും. സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാമ്പിനെ പറ്റിയിട്ടുള്ള ഭയങ്ങളോ പാമ്പിൻ്റെ അടുത്തുള്ള പാമ്പിനെ പറ്റി ഭയമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അതിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള റെസ്ക്യൂവറെ നമുക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളും
അതുകൂടാതെ ഹോസ്പിറ്റലിൻ്റെ നമ്പേഴ്സും പാമ്പുകളെ തിരിച്ചറിയാനുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പാമ്പുകളെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളും ഈ സർപ്പ ആപ്പിലുണ്ട്. അതുകൂടാതെ സർപ്പ ആപ്പിൽ നമുക്കുള്ള വനംവകുപ്പിനുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന എത്ര പാമ്പുകളാണെന്ന് കൃത്യമായ ഒരു എണ്ണം വനംവകുപ്പിന് കിട്ടുന്നതാണ്.